എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 1202 ആണ്ട് പുതുവർഷ ഫലത്തെയാണ്. പുതുവർഷ ഫലത്തിൽ മകരൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മകരം രാശിയിൽ വരുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദം എന്നീ നക്ഷത്രങ്ങളാണ്. നമുക്ക് ഈ രാശിക്കാരുടെ മകരൻ രാശിക്കാരുടെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 7-ലും, ശനി 3-ലും, കേതു 8-ലും, രാഹു 2-ലുമാണ്. പൊതുവെ വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് ഈ രാശിക്കാർക്ക് വരുന്നത്. കഴിഞ്ഞൊരു വർഷം പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഈ രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ടാകാനും സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് പലവിധ തടസ്സങ്ങളും വിവാഹ കാര്യങ്ങൾ നേരിട്ടിരുന്നവർക്ക് അതെല്ലാം മാറി വിവാഹം നടക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താന ഗുണം വന്നു ചേരുന്ന സമയമാണ്. അതായത് സന്താനങ്ങൾക്കായി കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് സന്താന ഭാഗ്യം ഉണ്ടാവുന്നതാണ്. കൂടാതെ സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം, അവർക്ക് നല്ല തൊഴിൽ അല്ലെങ്കിൽ അവരുടെ വിവാഹ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പ്രമോഷനും അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫറും ഒക്കെ വന്നു ചേരുന്നതാണ്. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. വിദേശ ജോലി ആഗ്രഹിക്കുന്ന കുറേ കാലമായിട്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി വിദേശ ജോലിക്കുള്ള അനുമതി പത്രം ലഭിക്കുന്ന സമയമായിരിക്കും. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. നിങ്ങളുടെ ജനന ജാതകം കൂടി പരിശോധിച്ച് നിങ്ങൾക്കിപ്പോൾ ശുഭഗ്രഹങ്ങളുടെ ദശാകാലമോ ശുഭഗ്രഹങ്ങളുടെ അപഹാരകാലമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഗുണഫലങ്ങൾ വളരെയധികം ഏറിയിരിക്കുന്നതും ആയിരിക്കും. മകരൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.